നമസ്കാരം. ഇന്ന് അത്ര തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ അങ്ങ് എടുക്കാമെന്ന്. ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശരിക്കും ഒരു കല്യാണത്തിന് പോകാനുണ്ട്. അതുകൊണ്ട് ചോറൊന്നും വെക്കേണ്ട. അതുകൊണ്ട് തന്നെ എന്താ 6-6:30 ആകുമ്പോഴത്തേക്ക് മാത്രമേ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളൂ. പിന്നെ അടുക്കള ഭാഗത്തെ വാലൊക്കെ തുറന്ന് നമ്മുടെ ചെടികളെയും പൂക്കളെല്ലാം ഒന്നങ്ങ് നോക്കിയിട്ടാണ് പിന്നെ അകത്തേക്ക് കയറുന്നത്. ആ മതിലില്ലേ, അന്ന് നമ്മുടെ മഴയത്ത് പൊരിഞ്ഞു വീണ പ്ലാവും മതിലൊക്കെ പ്ലാവൊക്കെ എടുത്ത് മാറ്റി. പക്ഷേ മതിലിൻ്റെ താഴെ ഭാഗം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പം മുകൾ ഭാഗത്തൊക്കെ ബാക്കി കെട്ടാൻ പണിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സാവധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് വെക്കുകയാണ്. നേരെ അടുക്കളയിലേക്ക് വന്നു. ഇന്നിപ്പം പുട്ടും കടലയും പപ്പടമൊക്കെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, ഉച്ചക്കേക്ക് പണിയൊന്നുമില്ല. പിന്നെ ഇല്ലേ, അന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കുപ്പി വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടുള്ളത്, അത് വീണ് പൊട്ടിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ പുതിയ വാങ്ങണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. തൽക്കാലം ഈ ഒരു സ്റ്റീലിൻ്റെ ബോട്ടിൽ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് തിളപ്പിച്ച വെള്ളമെല്ലാം അതിലാണ് നിറക്കുന്നത്. തലേ ദിവസം രാത്രി തിളപ്പിച്ച് വെക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നല്ലോണം തണിയല്ലോ. ഈ തണുത്ത വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 പേരും കേൾക്കില്ല കേട്ടോ. അവർക്കത് തന്നെ വേണം. പിന്നെ ഞാൻ വിചാരിക്കുന്ന പിന്നെ തിളപ്പിച്ചാറിയിട്ട് വെക്കാമെന്ന്. അങ്ങനെയാണ് ഇതൊരു ശീലമായിട്ട് മാറിയത്. എനിക്ക് ഇത്ര തണുത്ത വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ. പക്ഷേ നമ്മൾ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ചൂടുവെള്ളമാണ്, തിളപ്പിച്ചാറിയ വെള്ളം എന്നൊക്കെ കേൾക്കാറുണ്ട്. ആർക്കറിയാം ഇതൊക്കെ ശരിയാണെന്നുള്ളത്. ഈ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ എത്ര വീഡിയോസാണ് വരുന്നത്. അതിനിടയിൽ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വീഡിയോ ഇടാൻ വൈകുമ്പോൾ തന്നെ അവർ മെസ്സേജ് ഇടും. ആ പഴയ വീഡിയോ ഒക്കെ, ചേച്ചി എന്തായി ഇപ്പോൾ വീഡിയോ ഒന്നും കാണാത്തതെന്ന്. അതൊക്കെ അതായത് ഇത്രയും വലിയ ആളുകൾക്ക് ഒരുപാട് ഇടയിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് പറയുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ നല്ല പണിയാണ്. അതായത് വേറെ ഒന്നുമല്ല, ഞാൻ ചെറിയൊരു ജോലിക്കും കൂടെ പോകുന്നുണ്ട്. അപ്പം സൺഡേസൊക്കെ അല്ലെങ്കിൽ ലീവുള്ള ദിവസമൊക്കെ എടുക്കുന്ന വീഡിയോ ഏതാണ്ട് ഒരാഴ്ചയൊക്കെ ആവും അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് വൈകുന്നത്. ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും ഒരാഴ്ചയിൽ 2 വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ഉറക്കൊഴിഞ്ഞിട്ടൊക്കെ എഡിറ്റ് ചെയ്യും, സൗണ്ടൊക്കെ കൊടുക്കും. പക്ഷേ ഇപ്പം അങ്ങനെ പറ്റുന്നില്ല. ഇങ്ങനെ കമൻറ്റ് ചോദിക്കുന്നവരുടെ പേര് അല്ലെങ്കിൽ ഐഡിയ ഒക്കെ പറയണമെന്നുണ്ട്. പക്ഷേ അതങ്ങനെ പറയാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കടലക്കറിയാണ് വെക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എല്ലാവരും വെക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. രാത്രി വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ അടുക്കളയിലുള്ള എന്തൊക്കെയാണ് എല്ലാ തരത്തിലുള്ള ഉള്ളികളും പച്ചമുളകും ഇഞ്ചിയും പിന്നെ എന്താ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട്. കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചതച്ച് ചേർത്തോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 3 വിസിൽ വരുന്നവരെയാണ് ഞാനിങ്ങനെ കടല വേവിക്കാറുള്ളത്. പിന്നെ കുക്കറിൻ്റെ കോലം കണ്ടോ, നല്ല കരിയാട്ടോ. ഇതിപ്പോൾ അപ്പുറത്തെ അടുക്കളയിലെ അവിടുത്തെ ബേർണറിൽ എന്തോ ഒരു കരട് കുടുങ്ങിയിട്ടുണ്ട്. അവിടെ വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കരി വരുന്നത്. അല്ലാതെ ഈ ഒരു ഗ്യാസ് അടുപ്പിന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ കരി ഇന്ന് പോക്കണം, അതാണ് ഇന്നത്തെ ഏറ്റവും മെയിനായിട്ടുള്ള ടാസ്ക്. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പുട്ടും കടലയല്ലേ ഉണ്ടാക്കാനുള്ളൂ. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് കുക്കർ ഒഴിഞ്ഞിട്ട് വേണം അപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പുട്ടിൻ്റെ പൊടിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്. കുറുവരി അത് ഒന്ന് കഴുകിയിട്ട് വെള്ളം വാരാൻ വെച്ചിട്ട് അങ്ങനെ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കും. അതൊന്നിങ്ങ് മില്ല് പൊടിക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ, അവിടുന്ന് വറക്കൊന്നുമില്ല കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ചൂടൊക്കെ ഒന്നങ്ങ് ആറിയതിന് ശേഷം ഇതുപോലെയുള്ള വലിയ ഒരു പാത്രത്തിൽ, ടിപ്പിയും പാത്രം ഇല്ലേ, തൂക്കുപാത്രം, അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ ഡയറക്റ്റായിട്ട് വെക്കും. വറക്കാത്തത് കൊണ്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുക. ഇപ്രാവശ്യത്തെ കുറുവരിയില്ലേ, എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ഏത് കുറുവയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. വെള്ളക്കുറുവയാന്ന്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് മൂക്കെ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊടിക്കുമ്പോൾ ഉള്ളൊരവസ്ഥയിൽ, അതായത് എല്ലാം കൂടെ ജോയിൻ ചെയ്യാതെ ഒരു കട്ടക്കട്ടയായിട്ട് കിടക്കുന്നത് പോലെ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പൊടികളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ കുഴക്കുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ആ വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ മിക്സ് ചെയ്യാണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് കറക്കിയാൽ മതി കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട്, എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്നാലും ഞാൻ ചെയ്യുന്നൊരു കാര്യം. പിന്നെ നമുക്ക് സമയം ഒന്ന് ലാഭിക്കാൻ ഇത് നല്ല ടിപ്പാണ് കേട്ടോ. ഇതിപ്പം ഇങ്ങനെയാകുമ്പോൾ നമ്മൾ പുട്ട് ചുട്ട ഇവിടെ ആരും കഴിക്കില്ല. കാരണം ഒരു ഡ്രൈ ആവുന്നത് പോലെ ഉണ്ടാവും. ആ പുട്ടിന് ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, സോഫ്റ്റായിട്ട് പൂ പോലത്തെ പുട്ട് വേണ്ടേ. അങ്ങനെയാണെങ്കിലാണ് ഇവിടെ കഴിക്കുക. ഈ ഒരു പോലത്തെ ഒരു പുട്ട് വിട്ടാൽ 2 പേരും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് നേരെ മിക്സിയിലേക്ക് ഇടാന്ന്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കർ ഇങ്ങനെ വിസിൽ വരുന്നുണ്ട്. പണ്ടങ്ങാനും ഞാനൊരു വീഡിയോയിൽ നമ്മുടെ പുട്ടിൻ്റെ പാനിയില്ലേ, അതിൻ്റെ അവസ്ഥ പറഞ്ഞിരുന്നു, അതത് മാറ്റണം. പക്ഷേ ഇന്ന് വരെ എനിക്കത് മാറ്റാൻ കൂടിയിട്ടില്ല കേട്ടോ. പലപ്പോഴും അതങ്ങ് മറന്നു പോകുന്നതാണ്. എപ്പോഴും വിചാരിക്കും ഒന്ന് ഇളകിപ്പോയ പിടിയൊന്നും ഇപ്പം കാണാനേ ഇല്ല. പിടിയുള്ള ഒരു പുട്ടുകുറ്റിയെല്ലാം വാങ്ങണം എന്നുള്ളത്.
എല്ലാം ചെയ്യണം. ഈ പറഞ്ഞ മാതിരി വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര നാട്ടുകാർ മുഴുവൻ കാണുമല്ലോ ഈ കോലത്തിലുള്ള പുട്ടും പാനി അല്ലെങ്കിൽ ഈ കോലത്തിലുള്ള എന്താണ് മിക്സി ജാറ് ഇതൊക്കെ ഞാൻ വിചാരിക്കും. പിന്നെ നമ്മളെന്താണോ അതുതന്നെയാണല്ലോ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു പൊടികളൊക്കെ ഇട്ട് വെട്ടുള്ള പാത്രമില്ലേ, എപ്പോഴും കാണുന്നവർക്ക് അറിയായിരിക്കും. അങ്ങനെ വായ് വട്ടമുള്ള വലിയ ജാറില്ല ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് തീരുമ്പോൾ നമ്മൾ വേറൊരു വലിയ പാത്രത്തിലെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഇതിലേക്ക് നിറക്കാൻ എളുപ്പമാണ്. രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ ചെറിയ വായ് വട്ടമുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതാവുമ്പോൾ നല്ല എന്താണ് ഈസിയാണ് കേട്ടോ. സെല്ലോയുടെ വായ് വട്ടമുള്ള ഗ്ലാസ് ആയിട്ടുള്ള ഒരു കുപ്പികളാണ്, കണ്ടെയ്നർ ബോട്ടിലാണ് അതൊക്കെ. അതിൻ്റെ ഗ്ലാസിൻ്റെതുണ്ട് പ്ലാസ്റ്റിക്കുണ്ട്. കടുവൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വാങ്ങിയത്. മുളകും മഞ്ഞളൊക്കെ ഗ്ലാസിൻ്റെതും. കണ്ടോ ഈ പുട്ട് പൊടി നല്ല പൂ പോലെ അതായത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം പുട്ട് വിട്ടാൽ പിന്നെ ധൈര്യമാണ്, ഇത് നന്നായിട്ടങ്ങ് ചിലവാകും. പുട്ടും പാനിയും അതേ കോലത്തിലാണ് ഈറ്റിട്ട് പിടിച്ചിട്ടാണ് ഉള്ളത്. അതും ഇന്ന് വൃത്തിയാക്കാനുണ്ട്. ഇപ്പോൾ പുട്ടിൻ്റെ പാനിക്കും കൂടെ പിടിയുള്ളത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സേവ് ആക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് വിട്ടുപോയി. ഇനിയിപ്പം വാങ്ങാൻ നോക്കുമ്പോൾ അങ്ങനെ എങ്ങാനുള്ളത് ഉണ്ടോ നോക്കണം. ഇതേപോലെ നമ്മുടെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മിക്ക ദിവസങ്ങളിലും പുട്ട് ഇടുന്നവരാരെങ്കിലും ഉണ്ടോ? അരി പൊടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഭയങ്കര സമാധാനമാണ്. കാരണം വൈകുന്നേരം എന്തെങ്കിലും വെള്ളത്തിലിടാൻ അല്ലെങ്കിൽ ഇഡ്ലിക്കും ദോശയ്ക്കും ഒന്നും മാവ് അരയ്ക്കാനോ വെള്ളത്തിലിടാനോ ഒന്നും നമുക്ക് കയ്യില്ലെങ്കിലോ അല്ലെങ്കിൽ മറന്നു പോയെങ്കിലോ ഇങ്ങനൊരു സ്റ്റോക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ നല്ല സുഖമല്ലേ. പത്തിരിപ്പൊടിയൊക്കെ വാങ്ങാറുണ്ട് ചിലപ്പോൾ ഇത് തീരുമ്പോൾ മാത്രം. പക്ഷേ ഇതുണ്ടെങ്കിൽ ഇതിൽ ഞാനിപ്പോൾ കുഴക്കട്ട പുട്ട് പിന്നെന്താ ചിലപ്പം പത്തലില്ലേ, നമ്മൾ പത്തൽ എന്നാണേ പറയുക. ഈ മൂന്നാണ് മെയിനായിട്ട് ഇവിടെ ഉണ്ടാക്കുക. ഇടയ്ക്ക് നൂൽപുട്ടില്ലേ നമ്മുടെ ഇടിയപ്പം, അതുണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു പുട്ടിൻ്റെ പാകത്തിലുള്ള പൊടി മതിയാവില്ലല്ലോ. അപ്പോൾ മിക്സിയിൽ ഇതൊന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിക്കും. എന്നിട്ട് തിളച്ച വെള്ളം കുഴച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കുഴച്ചിട്ട് നമ്മൾ ഇടിയപ്പം അല്ലെങ്കിൽ നമ്മൾ നൂൽപുട്ടില്ലേ അതൊക്കെ ചുടും. അത് വല്ലപ്പോഴും മാത്രം, ഇവിടെ അത്ര ഇഷ്ടമല്ല. അങ്ങനെയാണ്. കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വേവാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാനിങ്ങനെ വിസിൽ വന്നിട്ട് ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ ഓണാക്കില്ലേ അപ്പം മാത്രം ഉപ്പ് ചേർക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്ക് കിട്ടുന്ന കടലയെല്ലാം അങ്ങനെ ആദ്യം ഉപ്പ് ചേർത്താൽ വേവാത്ത പോലെ, അതുകൊണ്ട് ലാസ്റ്റ് ചേർക്കും. പിന്നെ എന്താ അതിൽ നിന്ന് കുറച്ച് കടല ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്, വെന്ത കടല. അതിപ്പോൾ ഇത്തിരി തേങ്ങയും കൂടി ഇട്ടിട്ട് അരക്കണം. അതിൻ്റെ ഇടയിൽ കറിവേപ്പിലയും കൂടെ അതിലിട്ടിട്ടുണ്ട്. ഇത് തേങ്ങയും കൂടെ അരച്ച് ചേർത്തിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യുക. ഒന്നും കൂടെ ചൂടാക്കുക. തിള വരുന്നുണ്ടെങ്കിൽ തിളപ്പിക്കുക. ഞാനിങ്ങനെ അധികം തിളക്കാൻ നിൽക്കാറില്ല. കാരണം തേങ്ങ നന്നായിട്ട് തിളച്ചാലും പിന്നെ അത് അധികം തിള വരുന്നതിൻ്റെ മുന്നേ രണ്ട് ടേസ്റ്റ് അല്ലേ. അപ്പോൾ പച്ച തേങ്ങ ഒന്ന് ചൂടാവുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒന്നങ്ങ് ചൂടാവും എന്നിട്ട് അകം തന്നെ അങ്ങ് ഓഫാക്കിയിട്ട് വറവിടാൻ അങ്ങനെ അത്ര വലിയ ആർഭാടൊന്നും വെക്കാറില്ല. അതിൻ്റെ ഇടയിൽ പുട്ടിൻ്റെ മുകളിൽ കൂടെ ആവിയൊക്കെ വന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിന് സെറ്റായിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത് നിറക്കണം. ഇതിപ്പം കണ്ടോ പിടിയില്ലാത്തത് കൊണ്ടുള്ളതാണ്. വലിയ തുണിയൊക്കെ എടുത്തിട്ട് കൂട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുക. ഈ ടാസ്ക് കാണുമ്പോൾ വിചാരിക്കും ഇന്ന് തന്നെ വൈകുന്നേരം വാങ്ങണമെന്ന്. പക്ഷേ എന്താ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ പുട്ടി ഇടുമ്പോൾ ഇതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. മുന്നൊരിക്കൽ വയനാട്ടിൽ പോകുമ്പോൾ മോളയുടെ പുട്ടും കുട്ടിയില്ലേ അത് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. അതിൽ ചുടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ലേ. പക്ഷേ മഴക്കാലത്ത് ഒരു പൂപ്പൽ പോലെ ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട് ചെറുതിൽ ഞാനൊക്കെ ആണ് അത് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട്. ഞാൻ അന്ന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കും അമ്മ. അപ്പോൾ നമ്മൾ പാലിൻ്റെ കുപ്പിയൊക്കെ തേച്ച് കഴുകുന്ന ബ്രഷില്ലേ അതൊക്കെ ഇട്ട് നല്ലോണം ഉരക്കുന്നതൊക്കെ ഇപ്പോഴും ഒരു ഓർമ്മയാണ്. പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് കഴുകാനൊക്കെ എളുപ്പമാണെന്ന് മാത്രം. പിന്നെ ടേസ്റ്റ് ഒന്നും അങ്ങ് കുറയും, എന്നാലും സാരമില്ല, ഇങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ കടല അങ്ങ് റെഡിയാക്കി പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇതിൽ നമ്മൾ കടുക് മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ വലിയ ആർഭാടമൊന്നുമില്ല. കായ്മുളകും നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിപ്പം വറവിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊന്ന് കുക്കർ തേച്ച് വെളുപ്പിക്കണം എന്നുള്ളത്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പപ്പടം കാച്ചാന്ന് വിചാരിച്ചു. എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കല്ലേ പപ്പടത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ കുക്കർ തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, എപ്പോഴും എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കിയിട്ട് ചെയ്യണം എന്നുള്ളത്. എന്നാൽ പിന്നെ നമ്മുടെ പണി തന്നെ കുറയും. പക്ഷേ ഞാൻ എന്താ ഈ പറഞ്ഞ മാതിരി തിരക്കെല്ലാം ഉണ്ടാകുമ്പോൾ അങ്ങ് വെറുതെ അങ്ങ് തേച്ച് കഴുകി അങ്ങ് വെക്കും. അടിയിൽ കരിയൊക്കെ ഉണ്ടാകുമ്പോൾ അതങ്ങനെ അങ്ങ് ഉരച്ച് പോക്കിയാൽ മതി. പക്ഷേ എന്താ ചെയ്യുക, കൂട്ടി പിടിച്ചിട്ട് എൻ്റെ കുക്കറിൻ്റെ അടിയിൽ കറുത്ത നിറത്തിലുള്ള ആ ഒരു കരിയില്ലേ അത് നല്ല കട്ടിയായിട്ടുണ്ട്. അത് വലിയ പണിയാണ്. പക്ഷേ കഷ്ടകാലത്തിന് ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. അതൊന്നിങ്ങ് വെള്ളം നനച്ചിട്ട് എന്താണോ നമ്മൾ സൊല്യൂഷൻ എടുക്കുന്നത് അതിട്ടിട്ട് സ്ക്രബ്ബർ കൊണ്ട് ചെയ്താൽ മതി. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ സബീന പൊടിയില്ലേ ആ സബീന കൊണ്ടാണ് ഇത് നമ്മൾ വൃത്തിയാക്കുന്നത്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇല്ല, പകരം നമ്മൾ പച്ച കളറുള്ള ഒരു വേറൊരു സ്ക്രബ്ബർ ഇല്ലേ അതിൻ്റെ കളർ ചേഞ്ചുള്ള ഒന്നാണ് എടുക്കുന്നത്.
ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റവൊക്കെ ആണെങ്കിൽ ചൂടോടുകൂടി തുടക്കല്ലേ. കാരണം മുന്നേ ആരോ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, എൻ്റെ അമ്മ പറഞ്ഞതാണ് അതങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. പിന്നെ ഇത് വാങ്ങുമ്പോൾ ഷോപ്പൊന്നും പറഞ്ഞിട്ടുണ്ട് ചൂടോടെ അങ്ങ് ആ ഒരു സ്റ്റവ് തുടക്കരുതെന്നുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് പപ്പടം കാച്ചാനുണ്ട്, എന്നിട്ട് തണിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ഞാനതൊക്കെ അങ്ങ് തുടക്കൂ. പിന്നെന്താ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കുക്കറിൻ്റെയും നമ്മുടെ പാനിയുടെയൊക്കെ അടിഭാഗം. സബീന ഞാനൊന്ന് സ്റ്റോക്കാക്കി വെക്കും. ഇതേപോലെ നല്ല പണിയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണെങ്കിൽ സബീന ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിം ലിക്വിഡ് ഡയലൂട്ട് ചെയ്യല മാത്രമാണ്. കാരണം സബീന നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ എൻ്റെ കൈ ഭയങ്കര ഡ്രൈയാണ്. കാരണം പണ്ടൊക്കെ ഞാനിങ്ങനെ സബീന മാത്രം യൂസ് ചെയ്തിട്ട് അന്നൊന്നും ഗ്ലൗസ് ഇടലില്ല. ഇപ്പോഴും ഞാൻ ഗ്ലൗസ് ഒന്നും ഇടലില്ല. കൈയെല്ലാം നല്ല ഡ്രൈ ആയി പോയിട്ടുണ്ട്. ഞാൻ ഈ സബീനയിലെ കുറച്ച് നമ്മുടെ വിനാഗിരിയില്ലേ അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ഉരച്ച് കഴുകാണ്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫാസ്റ്റാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇല്ലെങ്കിൽ ഇത്രയും സമയം എടുക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ കാര്യം സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഉരച്ച് പോകുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത്, ചിലരൊക്കെ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട്, അതായത് പുറത്തുനിന്ന് തേച്ച് കഴുകുമ്പോൾ ഇത്തിരി ചരളൊക്കെ ഉണ്ടാവില്ലേ, അത് കൂട്ടിയിട്ട് ഉരച്ച് കഴുകും. പിന്നെ അതുപോലെ വെണ്ണീർ, ചാരം, അതൊക്കെ കൂട്ടിയിട്ട് ഉരച്ച് കഴിയുമ്പോൾ നല്ല പളപളാ തിളങ്ങുന്നുണ്ടാവും സ്റ്റീലിൻ്റെ പാത്രം. പക്ഷേ നമ്മളിതൊന്നും ചെയ്യില്ല. കാരണം എന്താ, നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ പണി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പണിയെല്ലാം അടുക്കളയിൽ നിന്ന് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചാരം തേടിപ്പോകാനോ അല്ലെങ്കിൽ മണ്ണ് തേടിപ്പോകാനോ ഒന്നും നിൽക്കില്ല. ഉള്ളത് കൊണ്ടങ്ങ് ചെയ്യും. ഞാനങ്ങനെയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് ജസ്റ്റ് ഒരു എന്താ ഒരസ് പോലെ അല്ലെങ്കിൽ ഒരു മുരു പോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പിട്ടാൽ എന്താന്ന് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയത് കേട്ടോ. പൊടിയുപ്പ് നിങ്ങളുടെ കയ്യിൽ പൊടിയുപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. പക്ഷേ എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കല്ലുപ്പ് തന്നെ എടുക്കാൻ. അപ്പോൾ ഇതിൽ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകുമ്പോഴില്ലേ പെട്ടെന്ന്, അതായത് നല്ല കട്ടിയുള്ള കരിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപ്പിടുമ്പോൾ നന്നായിട്ട് ഉരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ അധികം ഒന്നും മെനക്കെടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ അതിലിട്ടിട്ടങ്ങ് തേച്ച് കഴുകിക്കുക. നമ്മൾ മുഖമൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ ബ്യൂട്ടി ടിപ്സിൽ നമ്മൾ റവ ഇട്ടാൽ നല്ലതെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ സ്ക്രബ് ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നീക്കണമെങ്കിൽ റവക്ക് പകരം കല്ലുപ്പിട്ടാൽ മതി. ഇങ്ങനെ പരീക്ഷ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതിൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. അല്ലെങ്കിൽ ഗൗരീസ് ഹോം എന്ന് സെർച്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ പറയുക. ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറന്നുപോലെ. ബുദ്ധിമുട്ടൊന്നും ആവില്ലെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണേ. അതിൻ്റെ ഇടയിൽ മറ്റുള്ള പാത്രങ്ങളെല്ലാം ഒന്നങ്ങ് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു കുക്കർ മാത്രം അങ്ങ് നിങ്ങൾക്ക് കഴുകിയിട്ട് കാണിച്ചു തരാണ്. കണ്ടോ, പഴയ കുക്കറും ഇപ്പോഴത്തെ കുക്കറും, പഴയ മീൻസ് ഈ ഒരു വീഡിയോയിൽ ആദ്യം നിങ്ങൾ കണ്ടതോ ഇതോ നല്ല വ്യത്യാസമില്ലേ. പെട്ടെന്ന് തന്നെ പുതിയ കുക്കർ കൊണ്ട് എടുത്തിട്ട് കഴുകുന്നത് പോലെയില്ലേ. ശരിക്കും അങ്ങനെയൊന്നുമല്ല കേട്ടോ. അതേ കുക്കറാണ്, ആ കടലക്കറി വെച്ച സെയിം കുക്കർ തന്നെയാണിത്. നല്ല പളവളാ വെട്ടി തിളങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് പഴയ പരുവത്തിലാവുമോ എന്നറിയില്ല. എന്തായാലും ഈ കുക്കറും ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രേ ഇല്ലേ, ആ ഒരു സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ട്രേ അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ പോയിട്ട് ഡ്രൈ ആകുമ്പോൾ മാത്രമേ ഞാൻ കബേർഡിലൊക്കെ എടുത്ത് വെക്കൂ. അതിൻ്റെ ഇടയിൽ മഞ്ഞളും മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അന്നെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടെയ്നർ ബോട്ടിലില്ലേ അതെല്ലാം ഒന്ന് തുടച്ചിട്ട് എടുത്ത് വയ്ക്കും. എപ്പോഴും അത് കൃത്യമായിട്ട് ചെയ്യും കേട്ടോ. ആ ഒരു കാര്യം, കാരണം ഇതില്ലേ ഇത് എപ്പോഴും തുടച്ചിട്ട് ശേഷം മാത്രമാണ് ആ ഒരു ഷെൽഫിലൊക്കെ എടുത്ത് വെക്കൂ. എന്താണെന്നറിയില്ല, അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര കൃത്യതയാട്ടോ. ബാക്കിയെല്ലാം ഇങ്ങനെ ഒരു ലാഗ് ചെയ്യുന്നതാണെങ്കിലും അത് കൃത്യമായിട്ട് അങ്ങ് ചെയ്തോളും. അപ്പോൾ അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പപ്പടം കാച്ചണം. പപ്പടം സാധാരണ ഞാൻ പപ്പടം കാച്ചാൽ ഒരു പപ്പടം അങ്ങനെ എടുത്തിട്ടങ്ങ് എന്താണ് എണ്ണയിലിട്ട് പൊരിക്കില്ല കേട്ടോ. അത് നേരെ, അതായത് ഒരു 5 പപ്പടം എടുക്കുന്നെങ്കിൽ 5 കൂട്ടി പിടിച്ചിട്ട് കത്രിക കൊണ്ട് നടുവിലങ്ങ് മുറിച്ചിട്ട് 10 മാറ്റും. എന്നിട്ടാണ് പപ്പടം കാച്ചുക. അങ്ങനെയാണെങ്കിൽ എണ്ണ കുറച്ചല്ലേ വേണ്ടൂ. അത് മാത്രമല്ല ഇവിടെ പുട്ടും പപ്പടവും അതുപോലെ തന്നെ കടലക്കറിയും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും കുറേ പപ്പടം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യും. കാരണം ഇതാകുമ്പോൾ ഒരു പുട്ട് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ 2 പീസാണ് എടുക്കുക. പക്ഷേ ശരിക്കും ഒരു പപ്പടമല്ലേ. അങ്ങനെയുള്ള കുറച്ച് സൂത്രങ്ങളൊക്കെ ചെയ്യും. കാരണം എണ്ണയിൽ ഇങ്ങനെ അധികം പൊരിച്ച് കഴിക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് അടുക്കളയിൽ നിന്ന് ഒറ്റച്ചാട്ടായിരിക്കും കേട്ടോ. കാരണം എനിക്കിനി അലക്കാനുണ്ട്, അതിന് ശേഷം അടിച്ചു വരാനും ഉണ്ട്. പിന്നെ രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിലൊക്കെ പോയി വന്ന് കുറച്ച് റെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം മാത്രമേ ഇനി അടുക്കളയിലേക്കുള്ളൂ.
ഇന്നിപ്പം നിലമൊന്നും തുടയ്ക്കുന്നില്ല, ബാത്റൂം കഴുകുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യലുള്ളൂ. അല്ലാണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ മിനുക്കി പോളിഷ് ചെയ്യാൻ ഇത് അങ്ങനെ ഒരു മ്യൂസിയം കാര്യങ്ങളൊന്നും അല്ലല്ലോ, വീടല്ലേ. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് മാത്രം. പക്ഷേ എപ്പോഴും വീട് നീറ്റായിട്ട് ഇരിക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും, എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമല്ലേ. അതിപ്പം എപ്പോഴും ഞാൻ മുന്നേ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം വൃത്തിയാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് വീടെപ്പോഴും നീറ്റാക്കിയിട്ട് വെക്കുക എന്നുള്ളത് അതങ്ങ് മനസ്സിലങ്ങ് എന്താണ് അലിഞ്ഞു പോയതുപോലുള്ളൊരു കാര്യമാണ്. പിന്നെ തുണിയൊക്കെ ഇല്ലേ, ആറിയിട്ട തുണി മടക്കാൻ നല്ല മടിയാട്ടോ. പക്ഷേ അത് ഈ പറഞ്ഞ മാതിരി ആ മടി മാറ്റാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇടും. കസേരയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തിട്ട് കിടക്കയിലിടും, ബെഡിലിടും. കാരണം മുകളിൽ ഇങ്ങനെ ഒരു റൂം അധികം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാനെല്ലാം അതിവിടെ ഇടും. ഉപയോഗിക്കാത്തതുകൊണ്ട് എന്തുകൊണ്ട് സംഭവിക്കുകയെന്ന് വെച്ചാൽ, അപ്പോൾ എടുത്ത് മടുക്കാതെ അതിങ്ങനെ കൂട്ടി കൂട്ടി വെക്കുക, അതിൽ തന്നെ അടുത്ത് ഡംപ് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം എടുത്തിട്ട് ഒരുപാട് തുണികൾ മടക്കാനുണ്ടാവും. ആഴ്ചയിൽ ഒരു തവണയൊക്കെ മടക്കുമ്പോൾ ആ മടി മാറ്റി എങ്ങനെയാണെന്നറിയോ, അതിലുമൊന്ന് കുറച്ചങ്ങ് എടുക്കും ഉണങ്ങിയത്, അപ്പോൾ തന്നെ അതങ്ങ് മടക്കി വെക്കും. അങ്ങനെ ചെയ്തപ്പോൾ എന്താണ്, എനിക്ക് ബെഡങ്ങ് ക്ലീനായിട്ട് കിട്ടി. ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ടെറസിലേക്കാണ് പോയത് കേട്ടോ. അവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയും ഞാൻ അലക്കാറുണ്ട്. അപ്പം ഇന്നലെ രാത്രി മെഷീനിൽ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് അലക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ അങ്ങ് സെറ്റായിട്ട് തുണി വിരിക്കാൻ പാകത്തിനായുള്ളത്. അപ്പോൾ അതിലുമൊന്ന് എടുത്തിട്ട് അപ്പോൾ തന്നെ കയ്യോടെ അതങ്ങ് മടക്കി വെച്ചു. പിന്നെ എന്താ, മെഷീനിലുള്ളതങ്ങ് അതിൽ വിരിച്ചു. കുറച്ച് തുണികൾ ബാക്കിയുണ്ടായിരുന്നു, അത് മെഷീനിൽ ഇപ്പം കറങ്ങാനിട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇതൊന്ന് പൊടിയെല്ലാം മുട്ടിയിട്ടൊന്നങ്ങ് അടിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. മോളെ സ്റ്റഡി റൂമിൽ ഇത്തിരി അലങ്കോലാക്കിയിട്ട് വെച്ചിട്ടുണ്ടാകും. മൂപ്പര് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ട് എന്തായാലും അത് ഡസ്റ്റ്ബിന്നിലൊക്കെ പേപ്പറൊക്കെ ഇടും. എന്നാലും നമ്മുടെ കൈയെത്തിയാലല്ലേ, അവിടെ എല്ലാം ഒരുപാട് വൃത്തിയുണ്ട്. അപ്പോൾ ഞാൻ അവളോട് എടുത്തു വെക്കാൻ പറഞ്ഞാൽ അവളെല്ലാം ചെയ്യും കേട്ടോ. പക്ഷേ നമ്മുടെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും മതി, ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ. നമ്മളിപ്പോൾ വീട് വൃത്തിയാവണം, നല്ല നീറ്റായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ സമ്മതിക്കാതിരുന്നാൽ പിന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലേ നഷ്ടപ്പെടുക. അതുകൊണ്ട് അവർ ചെയ്യുന്ന ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് അവരെന്നെ വൃത്തിയാക്കട്ടെ. ഇനിയിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ പേപ്പറൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, സാരമില്ല അവിടെ അങ്ങ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തങ്ങ് വൃത്തിയാക്കും, എന്നിട്ടങ്ങ് തുടക്കും. ആ ഒരു റൂം നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ലൈബ്രറിയൊക്കെ സെറ്റ് ചെയ്ത റൂമില്ലേ, അതാണ്. അപ്പം എപ്പോഴും അത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ആംഗിളിൽ ക്യാമറ വെച്ചിട്ട് എൻ്റെ അടിച്ചുവാരൽ പണി നടക്കുന്നത്. ഇനിയിപ്പോൾ എന്താ, ഇതും കൂടെ കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി എല്ലാവർക്കും പുറത്ത് പോകാനുള്ളതല്ലേ, വേഗം അതൊക്കെ അങ്ങ് നോക്കട്ടെ. മുറ്റടി ബാക്കിയുണ്ട് കേട്ടോ, 2 ദിവസമായി മുറ്റടിച്ചിട്ട്. വന്നിട്ട് മൂട് പോലെ പറ്റുവാണെങ്കിൽ ഇന്ന് അടിക്കും, ഇല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്രയും സമയം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവർക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു.